ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കേരളത്തിലെ തന്നെ അതിപുരാതനവും പ്രസിദ്ധവുമായ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊന്നായ പെരളശ്ശേരി അമ്പലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നാഗാരാധന നടത്തുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് പെരളശ്ശേരി അമ്പലം. ത്രേതായുഗത്തോളം പഴക്കമുണ്ട് ഇതിൻ്റെ ചരിത്രത്തിന്. സീതാപഹരണ കാലത്ത് സീതയെ അന്വേഷിച്ചിറങ്ങിയ രാമലക്ഷ്മണന്മാർ പെരളശ്ശേരി ക്ഷേത്രമുള്ള ഈ സ്ഥലത്ത് വന്നെത്തിയതായും അന്ന് അയ്യപ്പൻകാവായിരുന്ന ഈ ക്ഷേത്ര സ്ഥലത്ത് വിശ്രമിച്ചതായും പറയുന്നുണ്ട്. ഇവിടെ വിശ്രമിക്കുന്ന സമയത്ത് സുബ്രഹ്മണ്യ സാന്നിധ്യം മനസ്സിലാക്കിയ ശ്രീരാമൻ ഇവിടെ ഒരു പ്രതിഷ്ഠ, ഈ പ്രദേശത്തിൻ്റെ പുരോഗതിക്കായി ഐശ്വര്യത്തിനായി ഒരു പ്രതിഷ്ഠ നടത്തണമെന്ന് അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹനുമാനോട് ഹിമാലയത്തിൽ പോയി ലക്ഷണമൊത്ത ഉത്തമമായ ഒരു വിഗ്രഹം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ഹനുമാൻ തൽക്ഷണം ഹിമാലയത്തിലേക്ക് പോവുകയും ചെയ്തു. പ്രതിഷ്ഠാ മുഹൂർത്തം കഴിയാറായിട്ടും ഹനുമാൻ തിരിച്ചെത്താത്തതിനാൽ ശ്രീരാമചന്ദ്രൻ തൻ്റെ കയ്യിലുള്ള പെരുവള ഊരി ഇവിടെ പ്രതിഷ്ഠ നടത്തി. ശ്രീകോവിലിന് മുന്നിൽ കാണുന്ന ഈ കെടാവിളക്ക് ശ്രീരാമ ചൈതന്യം ആവാഹിച്ചെടുത്ത് തെളിയിച്ചതാണ്. പെരുവള പ്രതിഷ്ഠയുള്ള ഈ സ്ഥലം പെരുവളശ്ശേരി എന്ന പേരിൽ അറിയപ്പെട്ടു. കാലാന്തരത്തിൽ അത് രൂപാന്തരം സംഭവിച്ച് പെരളശ്ശേരിയായി മാറി. ശ്രീരാമന്റെ പെരുവളയിൽ നാഗസാന്നിധ്യം ഉണ്ടായിരുന്നതിനാലാണ് ഇവിടെ നാഗാരാധനയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടായത് എന്നാണ് ഒരു അഭിപ്രായം. പളനിമലയിലേതുപോലെ തന്നെ ഇവിടെയും സുബ്രഹ്മണ്യസ്വാമി പടിഞ്ഞാറോട്ടാണ് ദർശനം നൽകുന്നത്. പ്രധാന പ്രതിഷ്ഠ ശ്രീ സുബ്രഹ്മണ്യൻ്റേതാണ്. കൂടാതെ ഉപദേവന്മാരായി ശ്രീ ഗണപതിയും അയ്യപ്പനും. ഇതോടൊപ്പം നാഗപ്രതിഷ്ഠയുമുണ്ട്.
ബാലസുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനോട് ഓങ്കാരത്തിന്റെ അർത്ഥമെന്താണെന്ന് ചോദിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. കാർത്തികേയൻ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി സ്വയം സൃഷ്ടികർമ്മം നടത്താൻ തുടങ്ങി. സദ്ഗുണങ്ങൾ മാത്രമുള്ള സൃഷ്ടിയായതിനാൽ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ തുലനാവസ്ഥ നഷ്ടമായി. ഭൂമിയിൽ മരണം കുറഞ്ഞു. മരിച്ചവർ തന്നെ യാത്ര സ്വർഗത്തിലേക്ക് മാത്രമായി. ആദിപൂണ്ട ദേവീദേവന്മാരും ഋഷിവര്യന്മാരും പ്രശ്നപരിഹാരത്തിനായി മഹാദേവനെ സമീപിച്ചു. പരമശിവൻ ബാലസുബ്രഹ്മണ്യനെ അരികിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഓരോരുത്തരിലും നിക്ഷിപ്തമായ കർമ്മങ്ങൾ അവർ തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ മറ്റുള്ളവർ ഇടപെടാൻ പാടില്ല. പശ്ചാത്താപ വിവശനായ സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ ബന്ധന മോചിതനാക്കി. പാപമോചനത്തിനായി സ്വയം നാഗമായി മാറുകയും ചെയ്തു. നാഗമായി മാറിയ അദ്ദേഹം പെരളശ്ശേരി അമ്പലത്തിനടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ വന്ന് വാസമുറപ്പിച്ചു. ഇത് കണ്ട നാഗരാജാക്കന്മാരും പരിവാരങ്ങളും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനായി ഇവിടെ വന്ന് താമസമായി. ഫണം വിടർത്തി നിന്ന് വെയിലിൽ നിന്നും മഴയിൽ നിന്നും അദ്ദേഹത്തെ സംരക്ഷിച്ചു. ഇപ്രകാരം ചെയ്തതിനാൽ താൻ ആരാധിക്കപ്പെടുന്നിടത്തെല്ലാം നിങ്ങളും ആരാധിക്കപ്പെടും എന്ന വരം ശ്രീ സുബ്രഹ്മണ്യൻ നാഗദൈവങ്ങൾക്ക് നൽകി. മകനെയോർത്ത് ദുഃഖിതയായ ശ്രീപാർവതി ഇതിനെന്താണ് പരിഹാരമെന്ന് മഹാദേവനോട് ആരാഞ്ഞു. 18 ഷഷ്ടിവ്രതമെടുത്താൽ ഇതിന് പരിഹാരമാകും എന്ന് പരമശിവൻ അരുളി ചെയ്തു. ഇതുപ്രകാരം ശ്രീപാർവതി ഷഷ്ടിവ്രതം ആരംഭിച്ചു. 18ാമത്തെ ഷഷ്ടിവ്രതം പൂർത്തിയായ നാൾ ബാലസുബ്രഹ്മണ്യൻ 5 തല നാഗത്തിന്റെ രൂപത്തിൽ ശ്രീപാർവതിയുടെ അരികിലെത്തി. മകനെ തിരിച്ചറിഞ്ഞ ശ്രീപാർവതി അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. തൽക്ഷണം തന്നെ സുബ്രഹ്മണ്യന് പഴയ രൂപം പ്രാപ്തമായി. തുലാസംക്രമം, കാവേരി സംക്രമം എന്ന പേരിൽ ഇവിടെ വിപുലമായി ആഘോഷിക്കാറുണ്ട്. കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ 3 നദികളുടെ ജലസാന്നിധ്യം ഇവിടുത്തെ തീർത്ഥക്കുളത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിനാൽ ഇതിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ആയില്യം നാഗങ്ങളുടെ നക്ഷത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയില്യം വളരെ പ്രാധാന്യത്തോടുകൂടി ഇവിടെ ആചരിക്കപ്പെടുന്നു. ക്ഷേത്രക്കെട്ടിനുള്ളിൽ സുബ്രഹ്മണ്യനും അയ്യപ്പനും പ്രത്യേകം ക്ഷേത്രങ്ങൾ തന്നെയുണ്ട്. ധനു 4-ലാണ് ഇവിടെ ഉത്സവത്തിന് കൊടിയേറുന്നത്. 11-ാം തീയതി ആറാട്ടോടെ ഉത്സവം സമാപിക്കും. നാഗപ്രീതിക്കായി ഇവിടെ സർപ്പബലി, നൂറുംപാലും തുടങ്ങിയ വഴിപാടുകൾ ഏറെ പ്രധാനമാണ്. നാഗങ്ങൾക്ക് മുട്ട സമർപ്പണവും വഴിപാടായി നടത്താം. ശ്രീകോവിലിന് മുൻവശത്തുള്ള അശോകമരത്തിന് ചുവട്ടിലാണ് നാഗപ്രതിഷ്ഠാ സ്ഥാനം. നാഗദൈവങ്ങളുടെ സാന്നിധ്യത്തിന്റെ ദൃഷ്ടാന്തം ഇവിടെ പലതിലും നമുക്ക് കാണാൻ കഴിയും. അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുൻവശത്തെ അരയാൽ മരവും അതിന്റെ വേരുകളും വെറുതെയൊന്ന് നോക്കി നിന്നാൽ മതി. വേരുകൾ നാഗങ്ങൾ പോലെ പുളയുന്നതും അവ പണം വിടർത്തുന്നത് പോലെയും നമുക്ക് പെട്ടെന്ന് തോന്നാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.